മൺചട്ടിയൊക്കെ മയക്കിയെടുക്കുന്ന കാര്യത്തിൽ നമ്മളെ വീട്ടിലുള്ള പഴയ ആൾക്കാർ, പ്രായമായ ആൾക്കാർ ഒരു എക്സ്പേർട്ട് തന്നെയാണല്ലേ. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർ പറയും ഇതിങ്ങനെയൊന്നുമല്ല ചെയ്യുക, ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ചെയ്താൽ അങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞു തരൂലേ അവർ. ഈ മൺചട്ടീൻ്റെ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണല്ലേ. പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന പോലെയല്ല നമ്മൾ ചെയ്യുക, അവർ പണ്ട് ചെയ്ത പോലെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂലേ. പക്ഷേ നമ്മൾ ചെയ്തതും ശരിയാണ്, ചെയ്യുന്ന കാര്യങ്ങളും ശരിയായിരിക്കും. ഈ മൺചട്ടി മയക്കിയെടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് അവർ പറഞ്ഞു തന്നതുപോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. പിന്നെ ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എങ്ങനെയാണ് മൺചട്ടിയൊക്കെ നിങ്ങൾ മയക്കിയെടുക്കൽ? നമ്മൾ മീൻ ചട്ടിയാണെങ്കിലും മൺചട്ടി, പത്തിരി ചട്ടിയൊക്കെ ആണെങ്കിലും മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ എങ്ങനെ മയക്കിയെടുക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് പറയണം കേട്ടോ, കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മണ്ണിൻ്റെ ചട്ടിയും ഇതെല്ലാം മയക്കിയെടുക്കുന്നത് എന്നുള്ളത് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനിട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പത്തിരിച്ചട്ടി ആയിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പോൾ എൻ്റെ പത്തിരിച്ചട്ടി പൊട്ടിയതിന് ശേഷം ഇപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മയക്കുന്നത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്താ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇത് മയക്കിയെടുക്കാൻ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. സോപ്പൊന്നും തേച്ചൊരിക്കലും ഈ മൺചട്ടി കഴുകി കളയരുത്. സോപ്പ് പൊടിയോ സോപ്പൊന്നും തേച്ചിട്ടൊന്നും കഴുകിയെടുക്കരുത് കേട്ടോ. പുതിയ ചട്ടിയല്ലേ, മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ സോപ്പൊക്കെ പോകാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം വിറകടുപ്പിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഞാൻ വെള്ളം വെട്ടി തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വിറകടുപ്പിലായി കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസൊന്നും അധികം ചിലവാകില്ലല്ലോ. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുപ്പ് ഫ്രീ ആകുമ്പോൾ അതിൽ നിറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം തിളച്ച് വരും. തിളച്ചിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കൊന്ന് ആയി അതൊന്ന് വെള്ളം വറ്റി വരും കേട്ടോ. അപ്പോൾ എന്താണ്, ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് നന്നായിട്ട് ലോസാവും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് കടലമാവാണ്. കടലമാവ് ഞാൻ ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിലെ വെള്ളമൊക്കെ ചൂടുള്ള വെള്ളമൊക്കെ ആറി കഴിഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ കടലമാവ് ഇതുപോലെ ഞാനൊന്ന് പുരട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ കൈ വെച്ചിട്ടൊന്ന് നല്ലോണം എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധം തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നീട് വേണ്ടത് സോപ്പ് ഉപയോഗിക്കാതെ ഒരു തുണി വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് 3/4 ഭാഗം വെള്ളം വെച്ചതിന് ശേഷം ഗ്യാസ് അടുപ്പിൽ വെക്കുക. ഇനി അടുപ്പിൽ വെച്ച് 2 മണിക്കൂറൊന്നും ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം
വെട്ടി തിളക്കാൻ വെക്കാം ഒന്നും കൂടെ കേട്ടോ. ഇത് ഒന്ന് നല്ലോണം വെട്ടി തിളക്കാൻ വേണ്ടി വെക്കുക. 2 മണിക്കൂറൊന്നും വേണ്ട, കുറഞ്ഞ സമയം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ച് വരുന്നത് വരെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നീട് ഇതിന് ശേഷം പിന്നെ വേണ്ടത് ഈ വെള്ളമൊക്കെ ചൂടാറിയതിന് ശേഷം ഇതൊഴിവാക്കട്ടോ. ഇതൊഴിവാക്കിയതിന് ശേഷം നമ്മളൊന്ന് എണ്ണ തടവി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കറി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കറി വെക്കാം, ഭക്ഷണം പാകം ചെയ്യാം. ഇല്ല, ഉപയോഗിക്കാതെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ എണ്ണ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എണ്ണ തടവി കൊടുക്കണം. ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം എണ്ണ കയ്യിലാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നേരത്തെ ഞാൻ ചായപ്പൊടി തിളപ്പിച്ചെടുത്തത് ഒരു 5 മിനിറ്റൊക്കെ നല്ലോണം തിളച്ചാൽ മാത്രം മതിയാകും. കുറേ സമയമൊന്നും തിളപ്പിച്ച് ഗ്യാസ് കളയേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല കേട്ടോ. പിന്നെ പഴയ ആൾക്കാരൊക്കെ പറയും കഞ്ഞി വെള്ളത്തിൽ മുക്കി വെക്കണം ഒരു ദിവസം ഫുള്ളായിട്ട് എന്നൊക്കെ. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതും നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല, അങ്ങനെയും ചെയ്യാം. പിന്നെ അരി കുത്തിയതിൻ്റെ ആ ഒരു തവിടുണ്ടല്ലോ, അത് കത്തിച്ചിട്ട് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് മയക്കിയെടുക്കുന്ന പഴമക്കാരും ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ.